ഇന്ന് എറണാകുളം നഗരത്തിൽ ഞാൻ ഇന്നലെ രാത്രി നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഞാൻ ഇന്നലെ ആ വഴി ഞാൻ സഞ്ചരിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ അടുത്ത കാലത്ത് പോലീസ് ചെക്കിങ് നന്നായി കൂടിയിട്ടുണ്ട്. വളരെ നല്ല കാര്യം. പക്ഷേ എത്രക്കാലം അത് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്നുള്ളതാണ് എൻ്റെ സംശയം. രണ്ട്, ഒരു രാത്രി 9 മണിക്ക് ശേഷം എറണാകുളത്ത് ഒരു ഭയങ്കര കൾച്ചറൽ ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ? ഈ അടുത്ത കാലത്ത് കൾച്ചറൽ ചേഞ്ച് നന്നായി കാണുന്നുണ്ട്. ഈ കൾച്ചറൽ ചേഞ്ച് എല്ലാം യങ്സ്റ്റേഴ്സാണ്. ഇതിലൊരു കാര്യം കൊണ്ട് ഞാൻ ആഡ് ചെയ്തോട്ടെ. ആ കുട്ടികൾ നമ്മളൊരു 20 പേരെടുത്താൽ എറണാകുളത്തുള്ള പിള്ളേർ കുറവാണ്. ഇത് പുറത്തെ നാട്ടിൽ നിന്ന് വരുന്ന പിള്ളേരെ ഒത്തിരിയും. അത് എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പം പല സ്ഥലത്തും അവരുടെ കുടുംബക്കാർ അവിടെ ഉള്ളതുകൊണ്ട് അവിടെ ഇവർക്ക് ഫ്രീ ആകാൻ പറ്റാത്തതുകൊണ്ട് അത് എറണാകുളത്ത് വരുന്നു, ബാംഗ്ലൂർ പോകുന്നു, എല്ലായിടത്തും ഉണ്ടാവും. അതൊരു മെട്രോ കൾച്ചറിൻ്റെ ഭാഗമായിട്ട്. ഇന്ന് എറണാകുളം ജില്ലയിലെ പബ്ബുകളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പബ്ബ് അപ്പം ഇറ്റ് ഈസ് ഗെറ്റിംഗ് നോർമലൈസ്ഡ് അല്ല. ഇതെൻ്റെ നോർമൽ ജീവിത കൾച്ചറിൽ ഞാൻ വൈകുന്നേരം പബ്ബിൽ പോയി ഒന്ന് എൻജോയ് ചെയ്തില്ലെങ്കിൽ ഞാൻ സാധാരണ മനുഷ്യനല്ല. ഐ എം അൺകൂൾ ആൻഡ് ഐ വോണ്ട് ടു ചിൽ മൈ ലൈഫ്. ഈ ചിൽ മൈ ലൈഫ് എന്ന് വെച്ചാൽ മദ്യപിച്ചാണോ ചില്ല് ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ സംശയം. എന്തൊക്കെ ചെയ്താലാണ് കൂളാന്നുള്ള നമ്മുടെ തോന്നല, ആ കൂളിൻ്റെ ഡെഫിനിഷൻ മാറ്റണം. സോ ഐ വോണ്ട് ടു ചിൽ മൈ ലൈഫ്, ജസ്റ്റ് ചിൽ ഔട്ട്. നീ ഇങ്ങനെ നിന്ന് പണിയെടുക്കേണ്ട ആളല്ല, യു കം ആൻഡ് ചിൽ വിത്ത് മീ എന്ന് പറയുമ്പം ഈ ചിൽ വിത്ത് മീ എന്ന് പറയുന്നതിൽ മദ്യം, കഞ്ചാവ്, മയക്കുമരുന്ന് തുടങ്ങിയ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോഴാണോ ജീവിതത്തിൽ ചില്ലാവുന്നത്, അതോ ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന വേറെ ഒന്നുമില്ലേ? ഈ കൺസെപ്ഷൻ ഓഫ് ആൽക്കഹോൾ ഓർ കൺസെപ്ഷൻ ഓഫ് ഡ്രഗ്സ് മാത്രമാണോ ദാറ്റ് മേക്സ് യു ഹാപ്പി? ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. അതിലോട്ട് ഒതുങ്ങി പോവുകയാണ്. സർ, there are lot of things that you will chill in your life. You have to find out those things. You have to project those things. You can have a music show. അത് കാണുമ്പോൾ മനസ്സിലുണ്ടാകും സന്തോഷം, സംഗീതത്തിലുള്ള സന്തോഷം. ഇതൊക്കെ നമുക്കൊരു നന്മ ഉണ്ടാകും. എന്നാൽ നമ്മുടെ ശരീരത്തിനെ ഇല്ലാണ്ടാക്കുന്ന ചില്ല് നമുക്ക് വേണോ? ഇന്ന് രാത്രി 12 മണിക്ക് വരെ എറണാകുളത്തെ പബ്ബ്, എറണാകുളമല്ല കേരളം മൊത്തം, എറണാകുളം ഞാൻ പറയുന്നത് ഇന്നലെ എറണാകുളത്ത് കണ്ടതുകൊണ്ട് മാത്രമാണ്. കേരളത്തിൽ പലയിടത്തും പബ്ബുകൾ ഉണ്ടാകുന്ന തിരക്കും ഒരു വേറൊരു കൾച്ചർ അവിടെ കാണുന്നു. എന്നാൽ ഞാനിതിന് എഗെയിൻസ്റ്റ് പറയുമ്പോൾ ഞാൻ എൻ്റെ പിന്തിരിപ്പിൻ എന്താ പറയുക സദാചാരവാദികളൊന്നും അല്ല, അത് തന്ത വൈബൊന്നും അല്ല. ഞാൻ ഇതൊരു റോങ് കൾച്ചറിലേക്ക് പോകുന്നു എന്നത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ലെറ്റ് us കം ഔട്ട് ഓഫ് ഇറ്റ്. ചിൽ ഔട്ട് എന്നുള്ള വേർഡ് തന്നെ നല്ലതാണ്. ചിൽ ഔട്ട് എന്ന വേർഡിൻ്റെ മീനിങ് വ്യാഖ്യാനിക്കപ്പെടുന്ന പല രീതിയിലാണ്. മദ്യപാനവും കഞ്ചാവും ആണ് ചിൽ ഔട്ടെങ്കിൽ തെറ്റാണ്. സോ നമ്മളിപ്പോൾ പറഞ്ഞ ചിൽ ഔട്ട്, ദ വേർഡ് ചിൽ ഔട്ട് കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സുഖമാണ് അല്ലേ? നമ്മുടെ പഴയ കാലഘട്ടത്തിൽ നമുക്കും ചിൽ ഔട്ട് ഉണ്ടായിരുന്നു. പിന്നെ ആ ചിൽ ഔട്ട് ഒരു രസകരമായ ചിൽ ഔട്ടായിരുന്നു. നമ്മൾ സ്കൂൾ എക്സ്കർഷൻ പോയ ചിൽ ഔട്ട് ഇന്നും മെമ്മറീസിൽ കാത്തു സൂക്ഷിക്കുന്ന ചിൽ ഔട്ട്സ് ആണ്. കസിൻസ് വീട്ടിൽ വരുന്നു, കളിക്കുന്നു. അതെ, കസിൻസ് വീട്ടിൽ വരുന്നു. അതൊക്കെ ഇന്നും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടുന്ന ചിൽ ഔട്ട്സ്. ചിൽ ഔട്ട് എന്ന വാക്ക് മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതും ശരീരത്തെ തണുപ്പിക്കുന്നതും ശരീരം കുറച്ചും കൂടെ ചെറുപ്പമാവാൻ വേണ്ടിയാണ് നമ്മൾ ചില്ലൗട്ട് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇന്ന് ചില്ലൗട്ട് എന്ന വാക്ക് എടുക്കുമ്പം മദ്യപാനം, ഞാൻ രാത്രി ഒന്ന് 2 ചില്ലാവാം. എന്താ ചില്ലാവുന്നത്? ഐസ് ക്യൂബ്സ് ഇട്ട് ലിക്കർ കുടിക്കുക, 2 സ്മോക്ക് എടുക്കുക, കുറച്ച് ഡ്രഗ്സ് എടുക്കുക. എന്നാൽ ഈ ചില്ലൗട്ടല്ല, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് യു ആർ ഗോയിങ് ടു ഹാവ് എ സൂയിസൈഡ്. യുവർ ശരീരത്തിനെ ഉപദ്രവിക്കുകയാണ്. നിങ്ങൾ സ്വന്തമേ നിങ്ങളുടെ ശരീരത്തെ കൊല്ലുകയാണ്. സോ ദിസ് ഇസ് നോട്ട് ദ വേർഡ് മീനിങ് ഓഫ് ചിൽ ഔട്ട്. ഇത് തെറ്റാണ്. ഇനി എന്തൊക്കെയാണ് ചിൽ ഔട്ട്? നമുക്കൊന്ന് മാറ്റം വരുത്തുക ഇല്ലേ? നമുക്കിപ്പം ഇപ്പോഴത്തെ ട്രെൻഡ് ചിൽ ഔട്ട് എന്ന് വെച്ചാൽ പെഗടിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനെങ്ങനെ മാറ്റം വരുത്താം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പം നേരത്തെ രേണു പറഞ്ഞ പോലെ കസിൻസിൻ്റെ കൂടെ കറങ്ങിയ ചിൽ ഔട്ടൊക്കെ മാറി. ഇന്നും അത്തരം ചിൽ ഔട്ട്സ് ഉണ്ട്. ആൾക്കാർ ഫ്രണ്ട്സായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, ട്രിപ്പിന് പോകുന്നുണ്ട്, ഫാമിലി ട്രിപ്പിന് പോകുന്നുണ്ട്. പക്ഷേ ഈ ട്രിപ്പിന് പോകുമ്പോഴത്തേക്ക് ഇതിന് എനർജി വേണമെങ്കിൽ മദ്യം വേണം, അല്ലെങ്കിൽ പല ടോക്സിക് സാധനങ്ങൾ അതിൻ്റെ അകത്ത് കയറണം, സൈക്കോട്രോപിക്സ് കയറണം. അപ്പോൾ അതിനെ ഒന്ന് മാറ്റി വെച്ചുള്ള ചില്ലോട്ട് നമുക്കൊന്ന് അനുഭവിച്ചുകൂടി. എന്നാൽ നമ്മൾ ബോധമില്ലാണ്ട് ഈ സംഭവം മറന്നു പോകുന്നൊരു സാഹചര്യത്തിലാണോ, അതോ എന്നും നമ്മുടെ വയസ്സാം കാലത്ത് ആലോചിച്ച് നമ്മൾ സന്തോഷിപ്പിക്കുന്ന ചില്ലൗട്ട്സ് ആണോ നമുക്ക് വേണ്ടത്? എത്തണ്ടേ? പ്രധാനപ്പെട്ട കാര്യം അതാണ്. യു കില്ലിങ് യുവർസെൽഫ്. ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വാർദ്ധക്യം നന്നായിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം മെഡിക്കൽ സയൻസ് അത്രയും അഡ്വാൻസ് ആയതുകൊണ്ട് മരണസംഖ്യ നിരക്ക് കുറഞ്ഞു. അപ്പം ഓൾഡ് ഏജ് ജനറേഷൻ നന്നായി കൂടി. അത് പോസിറ്റീവാണ്. 80-90 വയസ്സ് ജീവിക്കുന്ന ആൾക്കാർ ഇന്നുണ്ട്.
ഒരു സൈഡിൽ അത് പോകുന്നു. ഞാനത് അത് ഒരു സൈഡിൽ പോകുന്നു. രണ്ടാം സൈഡ് യങ് ജനറേഷൻ, അതായത് നമ്മൾ എന്തുകൊണ്ട് ഈ മെഡിക്കൽ സയൻസ് അഡ്വാൻസ് ആക്കി പുതിയ ജനറേഷനെ വാർത്തെടുത്ത് സമൂഹത്തിൽ പുതിയ ആൾക്കാർ വന്ന് ഇത് നന്നാക്കി കൊണ്ടുപോയിട്ട് ഒരു എക്കോ സിസ്റ്റം ഉണ്ടാക്കാനാണ്. അപ്പോൾ ഒരു സൈഡിൽ വാർദ്ധക്യം കൂടി വരുന്ന സമയത്ത് ഈ നെക്സ്റ്റ് ഇത് കൊണ്ട് നടക്കേണ്ട യങ് ജനറേഷൻ ഇവരെ തന്നെ കൊല്ലുകയാണ്. അപ്പം മെഡിക്കൽ സയൻസ് അഡ്വാൻസ് എല്ലാം അഡ്വാൻസ് ചെയ്യുക, ആൾക്കാർ ജീവിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വേണ്ട, ഞാൻ സ്വയമേ എന്നെ തന്നെ കൊന്ന് നശിപ്പിക്കുന്ന ഒരു ജീവിതങ്ങൾ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ചില്ല ഔട്ടിലൂടെ നടക്കുന്നത്. ശാരീരിക പ്രശ്നങ്ങൾ കൂടുകയാണ്, വാർദ്ധക്യം കൂടുന്ന പോലെ തന്നെ. ഒബീസിറ്റി 2030-50 മറ്റോ 50 ആകുമ്പോഴത്തേക്കും 1% ഒബീസായിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഈ പറയുന്ന ചില്ല ഔട്ടിൻ്റെ സമയത്ത് വർക്കൗട്ട് ആവാം, ശരീരം ശ്രദ്ധിക്കാം. ചില്ല ഔട്ട് എന്ന് വെച്ചാൽ വർക്കൗട്ടിലൂടെ ചില്ല ഔട്ട് ചെയ്യാം. ഫാമിലി ടൈം, ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത് ചില്ല ഔട്ട് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് ഉണ്ടാക്കാം, അതൊരു മെമ്മറീസ് ആക്കി മാറ്റാം. ഫ്രണ്ട്സ്, യു ഐഡൻറ്റിഫൈ യുവർ ഗുഡ് ഫ്രണ്ട് ആൻഡ് സ്പെൻഡ് സം ടൈം വിത്ത് യുവർ ഫ്രണ്ട് വേർ യു ക്യാൻ ഓപ്പൺ യുവർ തോട്ട്സ്. അതൊരു ചില്ല ഔട്ടായിരിക്കാം. ഈ സമയത്തെല്ലാം കയ്യിൽ പിടിക്കാൻ ഒരു ഗ്ലാസ് വേണോ, ചുണ്ടിൽ വലിക്കാൻ ഒരു പഫ് വേണോ? അതല്ലാണ്ട് എത്രയോ നല്ല കാര്യങ്ങൾ നാട്ടിലുണ്ട്. അതിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ, സ്പിരിറ്റ് സിനിമയിൽ മോഹൻലാൽ പറയുന്ന പോലെ ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിൽ ഇതില്ലെങ്കിൽ മോശമാണ്, അതുകൊണ്ട് എൻ്റെ കയ്യിലൊരു ഗ്ലാസ് വേണമെന്ന് പറയുന്നത് രീതിയിലേക്ക് നമ്മുടെ സമൂഹമായി പോകുന്നുണ്ട്. ആ സിനിമയൊക്കെ സത്യം പറഞ്ഞാൽ ഏറ്റവും പ്രസക്തമായ സിനിമയാണ്. രഞ്ജിത്ത് ഉണ്ടാക്കിയ സിനിമ ആ പടത്തിൽ കാണിക്കുന്നുണ്ട്, ഏറ്റവും പ്രസക്തമാണ്. കാരണം ഒരു സോഷ്യൽ ലൈഫിൽ ഈ ഗ്ലാസ് കയ്യിൽ നിർബന്ധമായി പോവുകയാണ്. ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ പിടിച്ചില്ലെങ്കിൽ ഞാൻ മോശക്കാരനാവുകയാണ്. അത് വേണ്ട. ഈ ഗ്ലാസ് ഇല്ലാണ്ടെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യാം. നമുക്ക് സന്തോഷം തോന്നും. സെൽഫ് ഹാപ്പിനെസ് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പക്ഷേ സെൽഫ് ഹാപ്പിനെസ് ഈസ് നോട്ട് സെൽഫ് കില്ലിങ്. ഇപ്പോഴത്തെ സെൽഫ് ഹാപ്പിനെസ് ഞാൻ വൈബായി, ഞാൻ ചില്ലായി, ഞാൻ എന്നെ തന്നെ കൊന്നു. നമ്മളെ ഇനി വരുന്നൊരു തലമുറയെ വരുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ്. എല്ലാം മാറി കുടുംബ ബന്ധങ്ങളെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കി, ഫാമിലിക്ക് കുറച്ചുകൂടി സമയം കൊടുത്ത് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി ഒരു പുതിയ തലമുറയെ, അപ്പോൾ ആ കളർഫുൾ ഫാമിലി ചില്ലിങ്ങിലേക്ക്, വിത്തൗട്ട് ഡ്രഗ്സ്, വിത്തൗട്ട് ആൽക്കഹോൾ, ആ കുടുംബത്തിൻ്റെ ചില്ലിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ഇതിനു വേണ്ടി നമുക്കൊന്ന് ശ്രമിക്കാം. ഒരു കുടുംബത്തെ എങ്ങനെ രക്ഷിക്കാൻ പറ്റിയ അത്രയും വലിയ കാര്യം ഞാൻ ഓർക്കുന്നുള്ളൂ. ഒരു ചേഞ്ച് ആണല്ലോ അത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഴ്ച ഞങ്ങൾ പോവുകയാണ്. പുതിയ കുറച്ച് വിശേഷങ്ങളും വാർത്തകളും ഡിസ്കഷൻസുമായിട്ട് തിരികെ എത്തും. താങ്ക് യു. പലപ്പോഴും നമ്മൾ ഡ്രഗ്സിൻ്റെ അല്ലെങ്കിൽ ഈ സ്മോക്കിങ്ങിൻ്റെ, ഡ്രിങ്കിങ്ങിൻ്റെ ഒക്കെ കാരണമായിട്ട് പറയുന്നത് ഡിസ്സാറ്റിസ്ഫാക്ഷൻ, ജീവിതത്തിൽ എങ്ങും എത്താൻ പറ്റുന്നില്ല, ജോലി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, വീട്ടിലിരുന്ന് ഇങ്ങനെയാവുന്നു, ലോൺലിനെസ്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ. പക്ഷേ പുതിയ പഠനങ്ങളനുസരിച്ച്, നമ്മൾ കാണുന്ന കാഴ്ചകളനുസരിച്ച് പ്രൊഫഷണൽസിനിടയിൽ, എൻജിനീയേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ വലിയ വലിയ നിലകളിലിരിക്കുന്ന സ്ഥിര വരുമാനമുള്ള ആളുകൾക്കിടയിലും ഒരുപാട് ഈ സബ്സ്റ്റൻസ് അബ്യൂസ് കാണുന്നുണ്ട്. വൈ? ഞാനതാ പറഞ്ഞത്, ചിൽ ഔട്ട് കൾച്ചറാണ് എൻ്റെ മെയിൻ കാര്യം, ശത്രു. കാരണം ചിൽ ഔട്ടിൻ്റെ മീനിങ് മാറിപ്പോയി. അപ്പം ഒരു ബിസി ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ, അത് ആരോ ആവട്ടെ, അയാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്നു. അയാൾ ചിലപ്പം ഭയങ്കരമായ സ്ട്രെസ്സിലൂടെയായിരിക്കും പോകുന്നത്. വൈകുന്നേരം എൻ്റെ പലരും നമ്മൾ കാണുന്നില്ല, ഇന്ന് ഭയങ്കര സ്ട്രെസ്ഫുൾ ഡേ ആയിരുന്നു, ഭ്രാന്തെടുത്ത് നിൽക്കുന്നു, വൈകുന്നേരം ഒന്ന് ചിൽ ഔട്ട് ചെയ്യാം, വാ നമുക്കൊരു ചിൽ ഔട്ട് ചെയ്യാം എന്ന സെൻറ്റൻസ് പറയുമ്പം ഈ പ്രൊഫഷണൽസ് ചിൽ ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? മദ്യക്കുപ്പിയും പഫും അടിച്ചിട്ട് തന്നെ ചിൽ ഔട്ടുള്ളത്. അപ്പം ഇവൻ എന്ത് പ്രൊഫഷണലാണെങ്കിലും ഇവൻ്റെ ശരീരത്തിൽ കയറുന്ന ഈ സംഭവം ഇതാണെങ്കിൽ പിന്നെ അവൻ്റെ തന്നെ കൺട്രോൾ അവൻ്റെ കയ്യിൽ നിന്ന് പോയി. അവൻ സെൽഫായിട്ടല്ല അവനെ വർക്ക് ചെയ്യുന്നത്, മാറി. പിന്നെ അവൻ അതിൽ അഡിക്റ്റഡായി മാറുന്നു. പലപ്പോഴും പ്രൊഫഷൻ ജോലി ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് ഇവൻ്റെ ലൈഫ് ക്രൈസിസിലേക്ക് അവസാനിക്കും. ഇവൻ്റെ ഫാമിലി ലൈഫ് പോകും, ഇവൻ്റെ പ്രൊഫഷണൽ ലൈഫ് പോകും, പിന്നെ ഇവൻ കംപ്ലീറ്റ് നശിച്ചു പോവുകയാണ്. അല്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു ട്രാക്ക്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, മീനിങ് ഓഫ് ചിൽ ഔട്ട് മൊത്തത്തിൽ മാറുക.